Hi students, welcome to the class of Corporate Regulations and Administration. Today we have the topic Commencement of Business, Preliminary Contracts and Lifting the Corporate Veil. Let us start the class with the topic Commencement of Business. Commencement of business is the last stage involved in the formation of a company. So, already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ദേ ആർ പ്രൊമോഷൻ, നെക്സ്റ്റ് വൺ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, ആൻഡ് തേർഡ് വൺ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ്, ആൻഡ് ലാസ്റ്റ് വൺ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഒരു പബ്ലിക് കമ്പനി ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഒബ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, എ പബ്ലിക് കമ്പനി ഹാഡ് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഫ്രം ദ രജിസ്ട്രാർ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ്. The 2013 Act has radically changed the provisions with regard to Certificate of Commencement of Business. Certificate of Commencement of Business obtain ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് 2013 ആക്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 11 ഓഫ് ദ ആക്ട്, സെക്ഷൻ 11 ഓഫ് ദ ആക്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് മാൻഡേറ്റ്സ് എ ഡിക്ലറേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഫ്രം all companies having a share capital. All companies having share capital means that it is applicable to both private and public companies. Both private and public companiesന് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ കമ്പനീസിനും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ് എന്ന് സെക്ഷൻ 11 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. Okay, next one, the act provides that a company having share capital should ഫുൾഫിൽ സം റിക്വയർമെൻറ്റ്സ്. ആക്റ്റിൽ പറയുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് കമ്പനി രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഒബ്റ്റെയിൻ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ വാട്ട് ആർ ദ വേരിയസ് റിക്വയർമെൻറ്റ്സ്? ഫസ്റ്റ് വൺ, a declaration is filed by a director in such form and verified in such manner as may be prescribed with the registrar that every subscriber to the memorandum has paid the value of the shares agreed to be taken by him. അതായത് ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: എ ഡിക്ലറേഷൻ ഫയൽഡ് ബൈ ഡയറക്ടർ. ഒരു ഡയറക്ടർ ഫയൽ ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ ഓൾറെഡി ആക്റ്റിൽ പറയുന്ന ഫോം അനുസരിച്ച്, പ്രിസ്ക്രൈബ്ഡ് മാനർ ആൻഡ് ഫോർമാറ്റ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. അത് ഓൾറെഡി രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ അതിൽ എന്താണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈച്ച് ആൻഡ് എവറി സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം, മെമ്മോറണ്ടത്തിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ ഷെയർസ്. ഓൾറെഡി അവർ എത്രയാണോ എഗ്രി ചെയ്തിരിക്കുന്നത്, എഗ്രി ടു ടേക്കൺ ബൈ ഹിം, ഓരോ സബ്സ്ക്രൈബേഴ്സും എത്ര ഷെയർസ് ആണോ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നത്, എഗ്രി ചെയ്തിരിക്കുന്നത്, അവർ അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ പെയ്ഡ് ആണ് അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും പേ ചെയ്തു എന്നുള്ള ഒരു ഡിക്ലറേഷൻ, വെരിഫൈ ചെയ്ത ഡിക്ലറേഷൻ ഡയറക്ടർ ഫയൽ ചെയ്ത് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. So that is the first requirement. A declaration is filed and verified by a director with the registrar regarding എന്തിനെ പറ്റിയുള്ളതാണ്? Regarding every subscriber to the memorandum has paid the value of shares agreed to be taken by him. Next one, and the next one is the paid up share capital of the company is not less than 5 lakh rupees in case of public company and not less than 1 lakh rupees in case of private company on the date of making of this declaration. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു ഡിക്ലറേഷൻ ഡയറക്ടർ ഫയൽ ചെയ്ത് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എത്രയാണോ ആക്റ്റിൽ പറയുന്നത് അത് ഫുൾഫില്ല് ചെയ്തിരിക്കണം. സോ ദ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്, കമ്പനി ഏത് ടൈപ്പാണ്, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിയുടെ കേസിൽ 5 lakh rupees, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 1 lakh rupees. ഈ പറയുന്ന മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ഓൺ ദ ഡേറ്റ് ഓഫ് മേക്കിംഗ് ദിസ് ഡിക്ലറേഷൻ
ഫുൾഫില്ല് ചെയ്തിരിക്കണം. ഈ ഒരു മിനിമം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, the company has filed with the registrar a verification of its registered office. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വെരിഫൈ ചെയ്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കമ്പനി രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ കമ്പനിയുടെ രജിസ്ട്രാറിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദ മെയിൻ റിക്വയർമെൻറ്റ്സ് ദാറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ആക്ട് 2013. ഈ പറയുന്ന റിക്വയർമെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് വരുത്തിയാൽ കമ്പനിക്ക് പെനാൽറ്റിയും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇഫ് എനി ഡീഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കംപ്ലൈയിങ് വിത്ത് ദീസ് റിക്വയർമെൻറ്റ്സ്, നമ്മൾ ഈ പറയുന്ന റിക്വയർമെൻറ്റ്സിൽ ഏതെങ്കിലും ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദ കമ്പനി ഷാൽ ബി liable to a penalty which may extend to 5,000 rupees, and every officer who is in default shall be punishable with the fine. So which may be extended to 1,000 rupees for every day during which the default continues. അപ്പോൾ ഈ ഓൾറെഡി പറയുന്ന റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ കമ്പനി ഷാൽ ബി ലയബിൾ ടു പെനാൽറ്റി, ഒരു പെനാൽറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. കമ്പനി പെനാൽറ്റി പിഴ അടയ്ക്കേണ്ടതായിട്ട് വരാം. മാക്സിമം അത് എക്സ്റ്റെൻഡഡ് ടു 5,000 rupees വരെയൊക്കെ എമൗണ്ട് വന്നെന്നിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവരി ഓഫീസർ ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യാൻ എത്രത്തോളം ലേറ്റ് ആകുന്നു, ഈച്ച് ആൻഡ് എവറി ഡേയിൽ ഫോർ എവറി ഡേ 1,000 rupees വെച്ച് പണിഷബിൾ ഫൈനും ഡിഫോൾട്ട് വരുത്തുന്ന എല്ലാ ദിവസത്തേതും കാൽക്കുലേറ്റ് ചെയ്ത് എവറി ഓഫീസർ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദീസ് ആർ ദ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെയാണ്. സോ അതേപോലെ തന്നെ ഫെയിലർ ടു ഫയൽ ദ ഡിക്ലറേഷൻ ടു ദ രജിസ്ട്രാർ, ഈ രജിസ്ട്രാറിന് ഈ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഫെയിലർ വരുത്തിയാൽ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ മെയിൻലി അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ റിക്വയർമെൻറ്റ്സും വിത്തിൻ എ പീരീഡ് ഓഫ് 180 ഡേയ്സ് 180 ഡേയ്സിനുള്ളിൽ തന്നെ കമ്പനി കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നടത്തി ഒരു 180 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഡിക്ലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ the registrar may take action for the removal of the name of the company from the register of the companies. കമ്പനി രജിസ്റ്ററിൽ നിന്ന് ഈ ഒരു കമ്പനിയുടെ നെയിം തന്നെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ആക്ഷനൊക്കെ എന്ത് ചെയ്തെന്നിരിക്കാം, രജിസ്ട്രാർ എടുത്തെന്നിരിക്കാം. സോ വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിക്ലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. So these are the last step involved in the process of formation of a company. കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് വൺ, പ്രിലിമിനറി കോൺട്രാക്റ്റ് ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കോളൂ. പ്രിലിമിനറി കോൺട്രാക്ട്സ് ആർ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ പ്രൊമോട്ടേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ വിത്ത് തേർഡ് പാർട്ടീസ്. അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് സ്റ്റേജിലോട്ട് വരുന്നതിന് മുന്നേ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം പെർഫോം ചെയ്യുന്നത്, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എഗ്രിമെൻറ്റിലും അല്ലെങ്കിൽ കോൺട്രാക്റ്റിലും എല്ലാം എൻ്റർ ചെയ്യുന്നത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സാണ്. സോ ദ പ്രൊമോട്ടേഴ്സ് മേ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ഫോർ എ കമ്പനി ഈവൻ ബിഫോർ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്. സച്ച് കോൺട്രാക്ട്സ് മേ റിലേറ്റ് ടു ദ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ഫോർ ദ കമ്പനി ഓർ മെഷീനറി ഓർ ടു അക്വയർ നോ ഹൗ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി, മെഷീനറി പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകാം സച്ച് കോൺട്രാക്ട്സിൽ പ്രൊമോട്ടേഴ്സ് എൻ്റർ ചെയ്യുന്നത്. These contracts are generally termed as pre-incorporation or preliminary contracts. Pre-incorporation contracts അല്ലെങ്കിൽ preliminary contracts എന്നാണ് ഈ കോൺട്രാക്റ്റുകളെ പറയുന്നത്. ബിക്കോസ്
കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റുകളായതുകൊണ്ടാണ് പ്രീ ഇൻകോർപ്പറേഷൻ ഓർ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന പേര് പറയുന്നത്. The promoters generally enter into such contracts as agents of the company about to be formed. ഫോം ചെയ്യാൻ പോകുന്ന, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന, എക്സിസ്റ്റ് ആവാൻ പോകുന്ന കമ്പനിയുടെ ഏജൻറ്റ് എന്നൊരു നിലയിലായിരിക്കും ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ കമ്പനിയുടെ ഏജൻറ്റ് എന്നൊരു ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ടേഴ്സ് ജനറലി ഈ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത്. ഹൗവർ ബിഫോർ ഇൻകോർപ്പറേഷൻ a company does not have the right to enter into contracts. ഇൻകോർപ്പറേഷന് മുന്നേ ഇൻകോർപ്പറേഷൻ നടത്തിയാൽ മാത്രമേ കമ്പനിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. ആസ് എ ലീഗൽ എൻറ്റിറ്റി കമ്പനിക്ക് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇൻകോർപ്പറേഷന് മുന്നേ കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനും അല്ലെങ്കിൽ ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള റൈറ്റ് കമ്പനിക്കില്ല. അതുകൊണ്ട് ദ കമ്പനി ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ആൻഡ് ദെയർഫോർ സച്ച് കോൺട്രാക്ട്സ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ കമ്പനി. അതുകൊണ്ട് തന്നെ ഇൻകോർപ്പറേഷന് മുന്നേ തന്നെ ലീഗലി എക്സിസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റുകളായതുകൊണ്ട് സച്ച് കോൺട്രാക്ട്സ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ കമ്പനിക്ക് അതിന് കമ്പനിയെ ഫോഴ്സ് ചെയ്യാനായിട്ട്, എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കമ്പനിയെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. കമ്പനിക്ക് അതിൻ്റെ പേരിൽ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ഇത്രയും പറഞ്ഞത് പ്രിലിമിനറി കോൺട്രാക്ട്സിൻ്റെ ഒരു മീനിങ് ആണ്. സോ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ആര് എൻ്റർ ചെയ്യുന്നതാണ്, പ്രൊമോട്ടേഴ്സ് എൻ്റർ ചെയ്യുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ് കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ പേരിൽ തേർഡ് പാർട്ടീസുമായിട്ട് ഇൻകോർപ്പറേഷന് മുന്നേ തന്നെ പ്രൊമോട്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് പ്രിലിമിനറി കോൺട്രാക്ട്സ്. അതേപോലെ മെയിനായിട്ടും കമ്പനിക്ക് വേണ്ട അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്, പ്രോപ്പർട്ടി ഓർ മെഷീനറി അക്വയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡായിട്ടൊക്കെ ആകാം ഈ ഒരു കോൺട്രാക്റ്റിൽ പ്രൊമോട്ടേഴ്സ് എൻ്റർ ചെയ്യുന്നത്. ദെൻ ദേ ജനറലി എൻ്റർ ഇൻ ടു ദിസ് കോൺട്രാക്ട് ആസ് ആൻ ഏജൻറ്റ് ഓർ ട്രസ്റ്റി ഓഫ് ദ കമ്പനിയുടെ ഏജൻറ്റായിട്ട് ആക്ട് ചെയ്ത്, ട്രസ്റ്റിയായിട്ട് ആക്ട് ചെയ്താണ് ഫോം ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ചില കോൺസിക്വൻസസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എന്നാണ് പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ഓർ പ്രിലിമിനറി കോൺട്രാക്ട്സ്. സോ ഫസ്റ്റ് വൺ, വെൻ ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. അതായത് സച്ച് കോൺട്രാക്ട്സ് ആർ ലീഗലി നോട്ട് ബൈൻഡിങ് അപ്പോൺ ദ കമ്പനി ഈവൻ ആഫ്റ്റർ ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോം ചെയ്തതായതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ പേരിൽ കമ്പനിയെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആഫ്റ്റർ ദ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, കമ്പനി അത് എക്സിസ്റ്റൻസിൽ വന്നതിന് ശേഷം കമ്പനിയെ ബൈൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിലൂടെ പറ്റില്ല. വെൻ ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് വെച്ച് കമ്പനിയെ ഫോഴ്സ് ചെയ്യാനായിട്ടോ ടു ബി ഫോഴ്സ് ടു ഡു വാട്ട് എഗ്രിമെൻറ്റ് സേസ്, ആ ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ എന്ത് പറയുന്നു അത് ചെയ്യാനായിട്ട് കമ്പനിയെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ടൈമിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല, എക്സിസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വൺ, ദ കമ്പനി വെൻ രജിസ്റ്റേർഡ് കനോട്ട് റാറ്റിഫൈ ദ എഗ്രിമെൻറ്റ്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന, എൻ്റർ ചെയ്തിരിക്കുന്ന പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളെ റാറ്റിഫൈ ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെ റാറ്റിഫൈ ചെയ്യാനായിട്ടുള്ള റൈറ്റും ഇല്ല. കമ്പനി കനോട്ട് റാറ്റിഫൈ ദ എഗ്രിമെൻറ്റ്. റാറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ ഒരു കൺസെൻറ്റ്, ഫോർമൽ വേയിൽ തന്നെ ഈ ഒരു എഗ്രിമെൻറ്റിനുള്ള സമ്മതം കൊടുക്കുക, നടപ്പിലാക്കാനുള്ള സമ്മതം കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെ സൈൻ ചെയ്ത് അതിനെ എഗ്രി ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സും കമ്പനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദ കമ്പനി വെൻ രജിസ്റ്റർ, കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സുകളെ റാറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കനോട്ട് റാറ്റിഫൈ ദ എഗ്രിമെൻറ്റ്. റാറ്റിഫൈ മീൻസ് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഗിവ് ഫോർമൽ കൺസെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. സോ അങ്ങനെ ഒരു സൈൻ ചെയ്തല്ലെങ്കിൽ അതിനൊരു കൺസെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, ബിക്കോസ് കമ്പനിക്ക് ആ ഒരു ടൈമിൽ, എപ്പോഴാണോ ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ പ്രൊമോട്ടർ എൻ്റർ ചെയ്ത ആ ഒരു ടൈമിൽ കമ്പനി എക്സിസ്റ്റ് ആകാത്തത് കൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ കമ്പനി വാസ് നോട്ട് ഹാവിങ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് വാസ് എൻറ്റേർഡ് ഇൻ ടു.
കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ടൈമിൽ കമ്പനിയെ സംബന്ധിച്ച് കമ്പനി എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദ കോൺട്രാക്ട് ക്യാൻ ബി റാറ്റിഫൈഡ് ഓൺലി വെൻ ദ ഏജൻറ്റ് ആക്ട് ഫോർ ദ പ്രിൻസിപ്പൽ ഹൂ ഈസ് ഇൻ എക്സിസ്റ്റൻസ്. അതായത് പ്രിൻസിപ്പൽ എക്സിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ, പ്രിൻസിപ്പൽ എന്നൊരു പറയുന്ന ഒരു പൊസിഷനിൽ ഒരു റോള് പ്ലേ ചെയ്യാൻ ഒരാളുള്ളപ്പം മാത്രമേ പ്രിൻസിപ്പലിന് വേണ്ടി ഒരു ഏജൻറ്റിന് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഇവിടെ പ്രിൻസിപ്പളായിട്ട് ആക്ട് ചെയ്യാൻ ആ ഒരു ടൈമിൽ കമ്പനി എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. സോ കമ്പനിയുടെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞ് പ്രൊമോട്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ കമ്പനി വെൻ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്, കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ, ഇഫ് ദ ഏജൻറ്റ് അണ്ടർടുക്ക് എനി ലയബിലിറ്റി അണ്ടർ ദ എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ഏജൻറ്റ് ഏതെങ്കിലും ഒരു ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ഹി വുഡ് ബി പേഴ്സണലി ലയബിൾ. അദ്ദേഹം തന്നെയായിരിക്കും ആ ഒരു ലയബിലിറ്റിക്ക് പേഴ്സണലി ലയബിൾ ആകുന്നത്. ഈവൻ ദോ ഹി മേ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഏജൻറ്റ്, കമ്പനിയുടെ ഏജൻറ്റ് എന്ന് പറഞ്ഞാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിലാണ് അദ്ദേഹം ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിലും കമ്പനിയുടെ ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് റാറ്റിഫൈ സൈൻ ചെയ്യുന്നതെങ്കിലും എന്താണ്, ആ പേഴ്സൺ തന്നെ ആരാണോ എൻ്റർ ചെയ്തത് ആ ഒരു പേഴ്സൺ തന്നെ ആ ഒരു ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ദ കമ്പനി കനോട്ട് എൻഫോഴ്സ് ദ പ്രിലിമിനറി എഗ്രിമെൻറ്റ്. അതുപോലെ പ്രിലിമിനറി എഗ്രിമെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കംപ്ലയൻസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്കും ആരെയും എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ കമ്പനി കനോട്ട് എൻഫോഴ്സ് ദ പ്രിലിമിനറി എഗ്രിമെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള റൈറ്റ് കമ്പനിക്കും ഉണ്ടായിരിക്കത്തില്ല. എ കമ്പനി കനോട്ട് സ്യൂ എ പേഴ്സൺ ഹൂ ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഹാഡ് കോൺട്രാക്റ്റഡ് ടു ബൈ ഇറ്റ്സ് ഷെയർസ്. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് മുന്നേ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് ആ ഒരു പ്രിലിമിനറി എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ഏതെങ്കിലും ഒരു ഒരു തേർഡ് പാർട്ടിക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട്, കേസ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രിലിമിനറി എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കംപ്ലൈ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. സോ കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്നാൽ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ അവിടെ കമ്പനി എന്നൊരു എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കോൺസിക്വൻസസും പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, പിയേഴ്സിങ് ഓർ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണ്? ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ. എ കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. കമ്പനിയുടെ ഓണേഴ്സ് അല്ലെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, രണ്ട് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോർമലി കമ്പനിയുടെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട്, ഒരു രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള ഫീച്ചറാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനി അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഓണേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ്. ആ ഒരു മെയിനായിട്ടുള്ള ഫീച്ചർ കമ്പനിക്ക് കിട്ടുന്നത് ത്രൂ ഇൻകോർപ്പറേഷനാണ്. ഇൻകോർപ്പറേഷനിലൂടെ കമ്പനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷനിലൂടെ കമ്പനിക്ക് കിട്ടുന്ന ഫീച്ചറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ദിസ് കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി ക്യാൻ ബി കൺസിഡേർഡ് as a veil, as a curtain between the company and its members. അപ്പോൾ കമ്പനിയും കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ തമ്മിൽ ഒരു ഇടയിലുള്ള ഒരു കട്ടനാണ്, വെയിലാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു കോർപ്പറേറ്റ് വെയിലിനെയാണ് ഇവിടെ എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് വെയിൽ. രണ്ടിനെയും, കോർപ്പറേഷനെയും കമ്പനിയെയും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കട്ടൻ അവരുടെ ഇടയിലുണ്ടെന്ന് വിചാരിക്കുക. ഇൻ ഓർഡിനറി സിറ്റുവേഷൻസിൽ, ഒരു നോർമൽ സിറ്റുവേഷനിലെല്ലാം നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയെ മാത്രമാണ്, ആ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ മാത്രമാണ് റെഫർ ചെയ്യുന്നത്, നോട്ട് ദ ഷെയർ ഹോൾഡേഴ്സ്. അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനെ അല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു
ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്താൽ വെനെവർ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ലയബിലിറ്റി ദ മെമ്പേഴ്സ് ക്യാൻ ഡിഫെൻഡ് ദംസെൽസ്. കമ്പനിയിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു കോർപ്പറേറ്റ് വെയിലിനെ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അവർക്കൊരു ഡിഫെൻഡ് മെക്കാനിസമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം. ദേ ക്യാൻ ഡിഫെൻഡ് ദംസെൽസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ കമ്പനി ആൻഡ് നോട്ട് അവേഴ്സ്. അതായത് കമ്പനിയുടെ ഒരു ആക്ടിലൂടെയാണ് ലയബിലിറ്റി ഉണ്ടായത്, അതിന് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ, ദേ ആർ നോട്ട് പേഴ്സണലി ലയബിൾ, പേഴ്സണലി അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ അല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും വെൻ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്ന ടൈമിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, മെമ്പേഴ്സിന് ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റേറ്റ് ചെയ്യാം. ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. സോ മെമ്പേഴ്സ് ക്യാൻ ഡിഫെൻഡ് ദംസെൽസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ കമ്പനി ആൻഡ് ദാറ്റ് ദേ ആർ നോട്ട് പേഴ്സണലി ലയബിൾ. അവർ ഈ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ ഉണ്ടായ ലയബിലിറ്റിക്ക് കമ്പനി മാത്രമാണ് റെസ്പോൺസിബിൾ, അവിടുത്തെ മെമ്പേഴ്സ് റെസ്പോൺസിബിൾ അല്ല. ദേ ആർ നോട്ട് പേഴ്സണലി റെസ്പോൺസിബിൾ ലയബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും അറ്റ് ദ ടൈം വെൻ എ ക്വസ്റ്റ്യൻ ഓഫ് ലയബിലിറ്റി അറൈസസ്. സോ ഇതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനിയെയും കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, അതിനിടയിൽ ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു കർട്ടൻ, ഒരു വെയിലുണ്ടെന്ന് വിചാരിക്കാം. സോ ഇറ്റ് ഈസ് ഒരു പ്രൊട്ടക്ഷനാണ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച്. കമ്പനിയുടെ ആക്ടിവിറ്റീസിലൂടെ ഉണ്ടാകുന്ന ലയബിലിറ്റീസ് കമ്പനിയുടെ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ മാത്രം ലയബിലിറ്റിയാണ്. പേഴ്സണലി ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ അല്ല എന്നാണ് ഈ കോർപ്പറേറ്റ് വെയിൽ കൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. എന്നാൽ ചില കേസുകളിൽ there are situations where this privilege of a company may be abused by the members. അപ്പോൾ ചില കേസുകളിൽ ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു അബ്യൂസായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കമ്പനിയിൽ നടന്നാൽ ആ ഒരു കേസിൽ കോർട്ട് എന്ത് ചെയ്യും, ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഈ ഒരു വെയിൽ കർട്ടൻ ലിഫ്റ്റ് ചെയ്ത് കളയും. ഇവരെ കമ്പനിയെയും കമ്പനിയുടെ മെമ്പേഴ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ഇടയിലുള്ളൊരു മൂടുപടം, ഒരു കർട്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ചില കേസുകളിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഈ ഒരു വെയിൽ യൂസ് ചെയ്ത് കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസിലോ മിസ്ലീഡിങ് ആക്ടിവിറ്റീസിലോ എൻട്രി ചെയ്യുക എന്നുള്ളത് ഒരു ഇൻറ്റൻഷനലി അവർ ചെയ്യുന്ന ഒരു ആക്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ കോർട്ട് എന്ത് ചെയ്യില്ല, നിയമപരമായിട്ട് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇഗ്നോർ ചെയ്യും. പകരം കമ്പനിയെ മീൻ ചെയ്യുന്നത് അവിടെ ആരെന്ന് തന്നെ മീൻ ചെയ്യും. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ ഓണേഴ്സ് ആരാണോ അവർ അവിടെ പേഴ്സണലി ലയബിൾ ആകും. ആ ഒരു പ്രോസസ്സാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ആ ഒരു കേസിൽ അവർക്ക് ആ ഒരു കോർപ്പറേറ്റ് വെയിൽ, അവരുടെ ഇടയിലൊരു വെയിൽ അല്ലെ കട്ടനില്ല, രണ്ടുപേരും സെയിം പേഴ്സൺ, കമ്പനിയും അവിടുത്തെ ഓണേഴ്സും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള മീനിങ്ങിൽ എടുക്കും. കമ്പനി ലൈബിൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ മെമ്പേഴ്സും അല്ലെ ഷെയർ ഹോൾഡേഴ്സും അവിടെ ലൈബിൾ ആകും. അവരതിൻ്റെ പേയ്മെൻറ്റ് അല്ലെ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏത് കേസിലാണ്? ദർ ആർ സിറ്റുവേഷൻസ് വേർ ദിസ് പ്രിവിലേജ് ഓഫ് എ കമ്പനി മേ ബി അബ്യൂസ്ഡ് ബൈ ദ മെമ്പേഴ്സ്. മെമ്പേഴ്സ് ഈ ഒരു പ്രിവിലേജ് തെറ്റായ രീതിയിൽ എടുത്താൽ മാത്രം ഈ ഒരു വെയിൽ അല്ലെങ്കിൽ കർട്ടൻ, കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. സോ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആർ ടു ബി എൻജോയ്ഡ് ഓൺലി ബൈ ദോസ് ഹൂ വാണ്ട് ടു മേക്ക് ആൻ ഹോണസ്റ്റ് യൂസ് ഓഫ് ദ കമ്പനി. കമ്പനി ഒരു ഹോണസ്റ്റ് വെയിൽ ട്രീറ്റ് ചെയ്യുന്ന, ഹോണസ്റ്റ് വെയിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇൻകോർപ്പറേഷൻ വഴി ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് കിട്ടത്തുള്ളൂ. രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്ത് ഒരു കമ്പനിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഈ ഒരു പ്രിവിലേജ് ആർക്ക് മാത്രമേ എൻജോയ് ചെയ്യാനുള്ളതാണ്? ഇൻറ്റൻഷൻ ക്ലിയർ ആയിട്ടുള്ള, ഹോണസ്റ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്, ഓണേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഡിസോണസ്റ്റ് ഓർ ഫ്രോഡുലൻറ്റ് യൂസ് ഓഫ് ദ ഫെസിലിറ്റി ഓഫ് ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രിവിലേജ് ഒരു ഫ്രോഡ് പർപ്പസിനോ ഡിസോണസ്റ്റ് വേയിലോ യൂസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഉദ്ദേശമെങ്കിൽ, ദ കോർട്ട് മേ ബ്രേക്ക് ത്രൂ ഓർ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ. ആ ഒരു കോർപ്പറേറ്റ് വെയിൽ കോർട്ട് എന്ത് ചെയ്യും? ലിഫ്റ്റ് ചെയ്യും, അതെടുത്ത് കളയും.
ലുക്ക് അറ്റ് ദ പേഴ്സൺസ് ബിഹൈൻഡ് ദ കമ്പനി. എന്നിട്ട് ആ വെയിലിൻ്റെ പുറകിൽ നിന്ന്, കമ്പനിയുടെ പുറകിൽ നിന്ന് ഇതിനുവേണ്ടി കമ്പനിയുടെ പേരിൽ ആരാണോ ആക്ട് ചെയ്തത് ആ ഒരു പേഴ്സണെ അത് പോയിൻ്റ് ഔട്ട് ചെയ്യും, കോർട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യും. ദെൻ ലുക്ക് അറ്റ് ദ പേഴ്സൺസ് ബിഹൈൻഡ് ദ കമ്പനി ഹൂ ആർ മിസ്യൂസിങ് ദിസ് ഫിക്ഷൻ. അപ്പോൾ ഈ ഒരു കാര്യം മിസ്യൂസ് ചെയ്ത പേഴ്സൺ ആരാണോ ആ ഒരു പേഴ്സണിന് തന്നെ ലയബിൾ ആകും. ഇൻ ലീഗൽ പാർലൻസ് ദിസ് പ്രോസസ് ഈസ് ടേംഡ് ആസ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ഒരു ലീഗൽ ടേമാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ഈ ഒരു മീനിങ് ആണ്. സോ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഈസ് എ ലീഗൽ ഡിസിഷൻ ടു ട്രീറ്റ് ദ റൈറ്റ് ഓർ ഡ്യൂട്ടീസ് ഓഫ് എ കോർപ്പറേഷൻ as the rights or liabilities of its shareholders. കമ്പനിയുടെ റൈറ്റിനെ, ഡ്യൂട്ടീസിനെ, ലയബിലിറ്റീസിനെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട്, ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്, ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് സിംപ്ലി നമുക്ക് പറയാം. ഓൾറെഡി നമുക്കറിയാം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ പാർട്ടായിട്ട് കമ്പനി വേറെ ഓണർ വേറെ എന്നുള്ളതായിരുന്നു. കമ്പനിയുടെ ലയബിലിറ്റി കമ്പനിയുടെ മാത്രം ലയബിലിറ്റി, ഓണർ അതിന് ലയബിൾ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു പ്രിവിലേജ് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും. ഏത് കേസിൽ ഇഗ്നോർ ചെയ്ത് കമ്പനിയും അതിൻ്റെ ഓണേഴ്സും സെയിം ആണ്, കമ്പനിയുടെ ലയബിലിറ്റി ഓണേഴ്സിൻ്റെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ആണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് what are the various situations where the corporate veil of the company may be lifted. നമ്മൾ ഈ പറയുന്ന ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ടൈം ഏതൊക്കെയാണ്, സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട്, കോമൺ ലോ എക്സെപ്ഷൻസും. കോമൺ ലോയിൽ പറയുന്നത്, പിന്നീട് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിനി പറയുന്ന സിറ്റുവേഷൻസിലെല്ലാം കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല, അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ബോത്ത് കമ്പനിയെയും കമ്പനിയുടെ ഓണേഴ്സിനെയും രണ്ടും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യും. കമ്പനിയുടെ ലയബിലിറ്റി ആർക്ക് നേരെയുള്ളതായിരിക്കും, ആരുടെ ലയബിലിറ്റി ആകും, അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന കേസുകളാണ് പറയുന്നത്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോമൺ ലോ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ മീൻസ് കോർട്ട് റെക്കഗ്നൈസ് ചെയ്യുവാണ് ഏതെങ്കിലും ഒരു കമ്പനി സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് മെയിനായിട്ടും അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവേഷൻ ഓഫ് ടാക്സ് ആണെങ്കിൽ, ടാക്സ് ഇവേഷൻ ആണെങ്കിൽ, ടാക്സ് ഇവേഷൻ മീൻസ് ടാക്സ് വെട്ടിക്കുക, ഒരു മിസ്ലീഡിങ് എന്താണ്, അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, when a person reduces his taxable income by making false claims or withholding information regarding his real income so that his tax liability is reduced is known as tax evasion. സോ ടാക്സ് ഇവേഷനിലൂടെ ഉള്ള എന്താണ്, അവർക്ക് ആക്ച്വലി ഉള്ള ഇൻകത്തെ ഇല്ലയെന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത എക്സ്പെൻസ് പെരുപ്പിച്ച് കാണിക്കുകയോ, പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടാൻ സാധ്യതയില്ലാത്തടത്ത് അത് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഡൊണേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തതിൻ്റെ പാർട്ടായിട്ടൊക്കെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ടാക്സ് കൊടുക്കേണ്ട ഇൻകത്തെ വെട്ടിക്കുക, ടാക്സബിൾ ഇൻകത്തിനെ കുറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇല്ലീഗൽ ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്മോറൽ, ആൻറ്റി സോഷ്യൽ ആൻഡ് ആൻറ്റി നാഷണൽ പ്രാക്ടീസ്. സോ വേരിയസ് മെത്തേഡ്സിലൂടെ ടാക്സ് ഇവേഡ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ ഈ ഒരു ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിക്കുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ എങ്കിൽ അവിടെ എന്ത് ചെയ്യും, കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. അവിടെ രണ്ടും കമ്പനിയെയും കമ്പനിയുടെ ഓണേഴ്സിനെയും രണ്ടും സെയിം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ്. സോ ടാക്സ് ഇവേഷൻ ആണ് എയിമെങ്കിൽ അവിടെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്റ്റ്. അപ്പോൾ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി, ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇൻറ്റൻഷൻ എങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ടും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നത് ഫോർ കമ്മിറ്റിംഗ് എനി ഫ്രോഡ് ആക്ടിവിറ്റി ഓർ എന്താണ് ഡിഫീറ്റിംഗ് എനി ലോ, ഒരു ലോ
ബ്രീച്ച് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ഓൾറെഡി ഉള്ള ക്രെഡിറ്റേഴ്സിനോ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസ് ഇൻകർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും? കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് എനമി ക്യാരക്ടർ ഓഫ് എ കമ്പനി ഇൻ ടൈം ഓഫ് വാർ. അത് മെയിനായിട്ടും വാർ ടൈമിലൊക്കെയാണ്. വാറിൻ്റെയൊക്കെ ടൈമിൽ ദ കോർട്ട് മേ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ ഓഫ് എ കമ്പനി ടു സീ വെദർ എ കമ്പനി ഈസ് കൺട്രോൾഡ് ബൈ ഏലിയൻ എനമീസ്. അതായത് ഫോറിൻ എനമീസ് ആയിട്ടുള്ള ആളുകൾ വല്ലതും ആണോ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കേസുകളിൽ കമ്പനി ഡ്യൂറിങ് ദ ടൈം ഓഫ് വാർ ടൈമിലൊക്കെ കോർട്ട് ഈ ഒരു കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. ചില കേസുകളിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഒരു വെൽഫെയർ ലെജിസ്ലേഷനായിട്ടൊക്കെ കമ്പനി ഫോം ചെയ്തെന്നിരിക്കാം. എന്നിട്ട് വെൽഫെയർ ലെജിസ്ലേഷനിൽ കിട്ടുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് മാത്രം എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലയബിലിറ്റീസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി വെൽഫെയർ അസോസിയേഷൻസ്, ക്ലബ്ബ്, വെൽഫെയർ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് പോലെയുള്ള കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ കമ്പനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ അസോസിയേഷൻ എന്ത് പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. അവിടെ ബോണസ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്യുകയോ പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യാറില്ല. സോ അങ്ങനെയുള്ളൊരു പർപ്പസിന് വേണ്ടി പേയിങ് ബോണസ് ടു വർക്കേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകൾ അവിടുത്തെ വർക്കേഴ്സിന് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ലയബിലിറ്റി ഉണ്ടാകുന്നത് എസ്കേപ്പ് ചെയ്യുക എന്നൊരു പർപ്പസോടുകൂടി ഈ ഒരു വെൽഫെയർ അസോസിയേഷനായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി അങ്ങനെയുള്ള കേസുകളിൽ ഇൻറ്റൻഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, ഹോണസ്റ്റ് അല്ല ഇൻകോർപ്പറേഷൻ കണ്ടക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിലും കോർട്ട് കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. ഓൾറെഡി പറഞ്ഞാണ്, ഡിസ്ഹോണസ്റ്റ് വേയിലോ ഇല്ലീഗൽ വേയിലോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കോർട്ട് പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള കേസിൽ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. സോ അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻസ്. വെൽഫെയർ ലെജിസ്ലേഷനായിട്ട് ഫോം ചെയ്തതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല. അവിടെ എന്താണ് ചെയ്യുന്നത്? ടു എസ്കേപ്പ് ഫ്രം ദ ലയബിലിറ്റി ഓഫ് പേയിങ് ബോണസ് ടു വർക്കേഴ്സിന് ബോണസ് കൊടുക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ലെജിസ്ലേഷൻ, വെൽഫെയർ ലെജിസ്ലേഷൻ ആയിട്ടൊക്കെ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇൻകോർപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, വേർ ദ കമ്പനി ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ പേരിൽ കമ്പനിയുടെ ഏജൻറ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ആര് തന്നെയായിരിക്കും അതിന് റെസ്പോൺസിബിൾ? ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും. വേർ ദ കമ്പനി ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റായിട്ട് കമ്പനി ആക്ട് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻസ്. സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ മീൻസ് കമ്പനീസ് ആക്റ്റിൽ എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഈ ഒരു വേയിൽ ലിഫ്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന എക്സെപ്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഗോ ബിലോ ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, എത്രയാണ് ഓരോ കമ്പനീസിനും മിനിമം എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി മിനിമം 7 persons വേണമെന്നും, ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മിനിമം 2 persons വേണമെന്നും ഓൾറെഡി പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിലും കുറവാണ് കമ്പനി ഫോം ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന ടൈമിലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഫോം എ കമ്പനി എന്ന് പറയുന്നത് ഓൾറെഡി ലോയിൽ പറയുന്നതിലും കുറവാണ്. എന്നിട്ട് കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നു ഫോർ മോർ ദാൻ 6 months ക്യാരി ഔട്ട് ചെയ്താൽ എന്താണ്, അങ്ങനെയുള്ള കേസിലും കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടാണോ അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്, ദേ ആർ സിവിയർലി ലയബിൾ ടു എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ഫെയിലർ ടു റീഫണ്ട് ദ ആപ്ലിക്കേഷൻ മണി. അതേപോലെ കമ്പനി ഒരു പബ്ലിക് കമ്പനി ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ആ ഒരു കമ്പനി മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തിരിക്കണം. പബ്ലിക്ക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നൊരു ക്ലോസ് ഉണ്ട്. അങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, വേർ ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ ദ കമ്പനി വിത്തിൻ 120 days ഫ്രം ദ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഫസ്റ്റ് 120 daysനുള്ളിൽ തന്നെ ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഓൾ മണി റിസീവ്ഡ് ഫ്രം ആപ്ലിക്കൻസ്, ബാക്കി കളക്ട് ചെയ്ത എല്ലാ ആപ്ലിക്കൻസിൽ നിന്നും കളക്ട് ചെയ്ത ആപ്ലിക്കേഷൻ മണി റീഫണ്ട്
റീഫണ്ട് ചെയ്യണം. വീണ്ടും ആ ഒരു ഇഷ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഫസ്റ്റ് മുതൽ ആ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യണമെന്നാണ് പ്രൊവിഷൻ ഉള്ളത്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഫെയിലർ വരുത്തി, ഏത് ടൈമിലാണ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യേണ്ടി വരുന്നത്? വെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ ദ കമ്പനി. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 120 ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കമ്പനി ചെയ്യേണ്ട കാര്യം ഫുൾ ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള കേസിൽ, അതിൽ ഫെയിലർ വരുത്തുന്ന കേസിലും കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, കമ്പനി നോട്ട് മെൻഷൻഡ് ഓൺ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ കമ്പനിയുടെ ഓഫീസേഴ്സ് സൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരിൽ കമ്പനി സൈൻ ചെയ്ത എന്നൊരു ഡോക്യുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് സൈൻഡ് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. പ്രോമിസറി നോട്ടുകളും ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളും ചെക്കുകളും എല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. സോ വേർ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് സൈൻഡ് ബൈ ആൻ ഓഫീസർ ഓഫ് എ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് കമ്പനി വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ കമ്പനി, then he is personally liable to the holder of the instrument. then ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുമായിട്ടുള്ള ലയബിലിറ്റി ആ ഒരു പേഴ്സണിനായിരിക്കും, ആ ഒരു ഓഫീസറിനായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കേസിൽ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിയുടെ പേരിൽ കമ്പനിക്ക് വേണ്ടി ഒരു ഓഫീസർ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്താൽ വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്യാതെ കമ്പനിയുടെ പേരിൽ ഒരു എഗ്രിമെൻറ്റിലോ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്താൽ ഹീ ഈസ് പേഴ്സണലി ലയബിൾ ടു ദ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ ആരാണോ അയാളുമായിട്ടുള്ള ലയബിലിറ്റി കമ്പനിക്കല്ല ഉള്ളത്. പകരം അതിൽ സൈൻ ചെയ്ത് വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ നെയിം മെൻഷൻ ചെയ്യാതെ ആരാണോ അതിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ഏത് ഓഫീസറാണോ സൈൻ ചെയ്തിരിക്കുന്നത് ആ പേഴ്സണിനായിരിക്കും ലയബിലിറ്റി. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. That means the principle of separate legal entity may be disregarded where a company has subsidiaries. കമ്പനിക്ക് സബ്സിഡറി കമ്പനീസ് ഉള്ള കേസുകളിലും ഈ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. അലോങ് വിത്ത് ദ കമ്പനീസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ സബ്സിഡറി കമ്പനി ഓൾസോ ഷുഡ് ബി ലേഡ്. അപ്പോൾ ഓൾറെഡി അറിയാം, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കും. ഒരു സബ്സിഡറി കമ്പനിയുടെ അക്കൗണ്ട്സുകളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തിരിക്കും. സോ ഗ്രൂപ്പ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയുടെ കേസിലും കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു റിലേറ്റഡ് കമ്പനീസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കേസുകളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ട വന്നാൽ ഒരു സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അഫേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പേഴ്സണിന്, ഇൻസ്പെക്ടറിന് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അതർ കമ്പനീസിനും റിലേറ്റഡ് കമ്പനീസിലും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. സോ ഇൻ ദാറ്റ് കേസ് ദ ഇൻസ്പെക്ടർ അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് മേ ലുക്ക് ഇൻ ടു ദ അഫേഴ്സ് ഓഫ് അനദർ റിലേറ്റഡ് കമ്പനി ഇൻ ദ സെയിം മാനേജ്മെൻറ്റ്. ഈ സെയിം മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്ന റിലേറ്റഡ് കമ്പനീസ് ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ഫ്രോഡുലന്റ് ട്രേഡിംഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ കമ്പനി കണ്ടക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു എയിം എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ കോർട്ട് അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കമ്പനി അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ വർക്കൗട്ട് ചെയ്യില്ല. ആ ഒരു പ്രിവിലേജ് കിട്ടില്ല. സോ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യുന്ന അതർ കേസ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കേസാണ് ഫ്രോഡുലന്റ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്ന കേസിൽ. സോ ദീസ് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻസ്. സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആൻഡ് ലോ പ്രകാരം എന്തൊക്കെയാണ്, ഏതൊക്കെ കേസുകളിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.